അപ്പോൾ ഇനി കാത്തിരിക്കേണ്ട അല്ലേ? പ്രേമലു 2 ഉപേക്ഷിച്ചു. തിയേറ്ററിൽ നിന്ന് മികച്ച വിജയം നേടിയ ചിത്രമായിരുന്നു ഗിരീഷ് ഷേഡി സംവിധാനത്തിൽ നെസ്ലൻ നായകനായി എത്തിയ പ്രേമലു. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാണ് കൊയ്തത്. മികച്ച പ്രതികരണം നേടിയ സിനിമ 100 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. സിനിമയുടെ വലിയ വിജയത്തെ തുടർന്ന് ഒരു 2ാം ഭാഗവും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും പ്രേമലു 2 നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴിതാ ചിത്രം ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചിത്രം ഉപേക്ഷിക്കാനുള്ള കാരണം വ്യക്തമല്ല. അതേസമയം സിനിമയിലെ പ്രധാന നടനായ നസ്ലിന് സ്ക്രിപ്റ്റ് വർക്ക് ആകാതെ പോയതാണ് സിനിമ ഉപേക്ഷിക്കാനുള്ള കാരണമെന്ന് ചില ഓൺലൈൻ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രേമലുവിന്റെ 2ാം ഭാഗം ഉടനെ ഉണ്ടാകില്ലെന്ന് ദിലീഷ് പോത്തൻ അറിയിച്ചിരുന്നു. ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ നസ്ലിനും മമിത ബൈജുവാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശ്യാം മോഹൻ, അഖില ഭാർഗവൻ, സംഗീത് പ്രതാപ്, അൽതാഫ് സലീം, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ഗിരീഷ് ഷേഡിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ. വിഷ്ണു വിജയ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രം ഭാവന സ്റ്റുഡിയോസ് ആണ് നിർമ്മിച്ചത്. നിവിൻ പോളിയെ നായകനാക്കി ഒരുങ്ങുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റാണ് ഇനി പുറത്തിറങ്ങാനുള്ള ഗിരീഷ് ഷേഡി ചിത്രം. വമ്പൻ താരനിരയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ അമിത ബൈജുവാണ് നായിക. 2026 ഓണം റിലീസായി ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. പ്രേമലുവിന് തിരക്കഥയൊരുക്കിയ ഗിരീഷ് ഷേഡിയും കിരൺ ജോസിയും ചേർന്നാണ് ഈ ചിത്രത്തിന്റെയും രചന നിർവഹിക്കുന്നത്. വിഷ്ണു വിജയാണ് സംഗീത സംവിധാനം. നാട്ടിൻ പുറത്തെ ഒരു റൊമാന്റിക് കോമഡി ചിത്രമാകും ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് നിവിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.